പ്രിയമുള്ളവരെ, ഇന്ന് 2025 ജൂൺ മാസം 26-ാം തീയതി, സമയം 9 മണിയോട് അടുക്കുന്നു. പാലായിലെ മഴയും പൊഴിയും പാലാക്കാരും എന്ന ഒരു കൊച്ചു വീഡിയോയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പാലായിലെ ഇപ്പോൾ മീനച്ചിലാറ്റിലെ വെള്ളത്തിന്റെ ലെവല് ഏതാണ്ട് റോഡിൽ നിന്ന് ഒരു 10 അടി താഴെയാണ്. ഇന്നലെ പാലായിലെ കിഴക്കൻ പ്രദേശങ്ങളിൽ വളരെ ശക്തമായ മഴയായിരുന്നു. ആ മഴയിൽ രാത്രിയിലെല്ലാം മഴയായിരുന്നു. ആ മഴയിൽ ഒഴുകിയെത്തിയിരിക്കുന്ന വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത്. പാലായിലെ 2 പുഴയും കൂടിച്ചേരുന്ന ഭാഗമാണ്. ഇന്നും ഒരു ശക്തമായ മഴയുടെ സാധ്യതകളാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ നമുക്ക് അല്പം ശ്രദ്ധിച്ചാൽ, കാരണം ഇനി മഴ പെയ്താൽ കുറച്ചുകൂടിയൊക്കെ വെള്ളം പൊങ്ങാം. ഇത്തവണ 2 പ്രാവശ്യമാണ് നമ്മുടെ റോഡിൽ വരെ വെള്ളം എത്തിയെങ്കിലും ആർക്കും, ബിസിനസ്സുകാർക്കോ വീട്ടുകാർക്കോ ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പാലായുടെ പടിഞ്ഞാറൻ മേഖലകളിലാണ് ഈ കഴിഞ്ഞ ദിവസം വെള്ളം കുറച്ച് സമയമെങ്കിലും കയറി നിന്നത്. എന്നാൽ ഇന്നത്തെ സ്ഥിതി വ്യത്യസ്തമാണ്. കാരണം 2 ദിവസത്തേക്ക് മഴ തുടരുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ രീതിയിൽ മഴ പെയ്ത് വെള്ളപ്പൊക്ക സാധ്യതയുണ്ട്. വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ പല ഭാഗങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ കറണ്ട് ഉള്ള സമയത്ത് എല്ലാവരും തന്നെ പരമാവധി ഇൻവേർട്ടർ ഉള്ളവർ ചാർജ് ചെയ്യുക, മൊബൈൽ ചാർജ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്കറിയാം ഇഴജന്തുക്കളൊക്കെ കയറി വരാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ കരുതിയിരിക്കുക. അതുപോലെ ഇന്നിപ്പോൾ എല്ലാ സ്കൂളുകളും കോളേജുകളും എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട്. മഴ ശക്തമാവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നേരത്തെയൊക്കെ വിടാൻ സാധ്യതയുണ്ട്. എല്ലായിടത്തും ഒരു പനി സാധ്യതയുള്ള സമയമാണ്. ആശുപത്രികളിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ പനിയുമായിട്ടൊക്കെ എത്തുന്നുണ്ട്. ഈ സാഹചര്യങ്ങളിൽ പരമാവധി നമുക്ക് അനാവശ്യ യാത്രകൾ ഒഴിവാക്കാം. കാരണം കേരളത്തിന്റെ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയുണ്ട്. റോഡിന് കിഴക്കൻ മേഖലയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാനാണെങ്കിലും മണ്ണിടിച്ചിലും പ്രശ്നങ്ങളും ഉണ്ട്. അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കി നമുക്ക് മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഈ മഴക്കാലത്തുള്ള അപകടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാം. പാലായിലെ ഇന്നത്തെ മഴയെപ്പറ്റിയുള്ള വിവരങ്ങൾ, വെള്ളം പൊങ്ങുന്ന സമയത്ത് മാത്രമാണ് ഇത്തരത്തെ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും ഒന്ന് അറിവിലേക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ പാലാക്കാർക്കും പുറത്തുള്ളവർക്കൊക്കെ ഇന്നത്തെ പാലായിലെ ഈ വെള്ളത്തിന്റെ കാര്യം, അല്ലെങ്കിൽ പഴയും പൊഴിയും പാലാക്കാരും എന്നുള്ള വീഡിയോയിൽ അയക്കുന്നു. എല്ലാവരും ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്നും കൂടി ദയവായിട്ട് അഭ്യർത്ഥിക്കുന്നു. താങ്ക്